അങ്ങനെ ഷിലാങ് ജസാറിലെ റബ്ബർ മരത്തിന്റെ വേരുകൾ കൊണ്ട് പ്രകൃതി തീർത്ത കൂട്ടിൽ ഞങ്ങൾ അല്പസമയം വിശ്രമിച്ച് ശേഷം 15 മീറ്റർ താഴ്ചയിലേക്ക് പടർന്നു കിടക്കുന്ന റൂട്ട് ലാഡറിലൂടെ സാഹസികമായി ഇറങ്ങി ആ കാടിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ ശേഷം ഞങ്ങൾ ഷിലോങ് ജസാറിലെ അടുത്ത സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് കാടുകൾക്കുള്ളിൽ അല്പം അകലെയുള്ള ജഷാർ വാട്ടർഫാൾസ് കാണാനാണ്. ഇവിടെയുള്ളവർ പറഞ്ഞത് ജഷാർ ഒരു മൈൻഡ് ബ്ലോയിങ് വാട്ടർഫാൾ ആണ് എന്നാണ്. ഇതാരും അധികം അറിയാത്ത ഒരു ഹിഡൻ സ്പോട്ടാണ്. രാവിലെ തന്നെ ഈ കാടുകളിൽ നേരിയ ഇരുട്ട് അനുഭവപ്പെടാറുണ്ട്. വലിയ വൃക്ഷങ്ങളും കാട്ടുചെടികളും വള്ളികളും സൂര്യപ്രകാശത്തെ പൂർണ്ണമായും തടയുന്ന ഈ ഭാഗങ്ങളെ ഗൈഡുകൾ ഡാർക്ക് സോൺ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ കാടിന്റെ ഏകാന്തതയിൽ നമ്മുടെ മനസ്സ് സ്വയം ലയിച്ചു പോകുന്നതാണ്. ഇവിടെ മിക്ക ആളുകളും ഇങ്ങോട്ട് വരുന്നത് പെനിൻസുല വഴിയാണ്. എന്നാൽ സാഹസികരായ സഞ്ചാരികൾ മൗലിനോങ്ങിൽ നിന്ന് കാട്ടിലൂടെ 2.5 മണിക്കൂർ ട്രക്ക് ചെയ്ത് നേരിട്ട് ഈ ഗ്രാമത്തിലെത്താറുണ്ട്. പണ്ടുകാലത്ത് ഈ ഗ്രാമീണർ വ്യാപാരത്തിനായി ഉപയോഗിച്ചിരുന്ന പുരാതനമായ ഒരു കാട്ടുപാതയാണിത്. അങ്ങനെ പോകുന്ന വഴി വേരുകൾ കൊണ്ട് കെട്ടി പണിതീരാതെ കിടക്കുന്ന ഒരു റൂട്ട് അപ്സ്റ്റെയർ കാണാനിടയായി. കാണുമ്പോൾ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്ത പോലെയുണ്ട്. ഒരു അപ്കമിംഗ് റൂട്ട് ബ്രിഡ്ജ്. ഭാവിയിൽ ഇവ വലിയ റൂട്ട് ബ്രിഡ്ജുകളായി മാറുന്നതാണ്. അവിടുന്ന് വീണ്ടും മുന്നോട്ട് നടന്ന ഞങ്ങൾ ഷിലാങ്ങിന്റെ പച്ചപ്പാർന്ന മലനിരകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ജഷാർ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ പ്രകൃതി ഇന്നും തന്റെ അത്ഭുതങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഈ കട ഓഫ് സീസൺ ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. അല്ലെങ്കിൽ ഈ കടയിൽ നിന്ന് ഒരാൾക്ക് 100 രൂപ ടിക്കറ്റ് ഫീ കൊടുത്തു വേണം അങ്ങോട്ട് പോകുവാൻ. ആ മരങ്ങൾക്കിടയിലൂടെ നോക്കുമ്പോൾ ജഷാർ വാട്ടർഫാൾസ് ചെറിയ ചെറിയ ഭാഗമായി ഒഴുകി വന്ന് പിന്നീട് സ്പ്ലിറ്റായി ഒഴുകി പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ ഡിസംബർ മുതൽ ഫെബ്രുവരി മാസങ്ങളിൽ വെള്ളത്തിന്റെ ഒഴുക്ക് വളരെ ശാന്തവും തെളിഞ്ഞതുമായിരിക്കും. ഈ മാസങ്ങളിൽ ഇവിടെ വന്നാൽ അങ്ങ് പാറകൾക്കും ചുറ്റുമുള്ള കാടിന്റെ ഭംഗിയിലും ജഷാർ വാട്ടർഫാൾസ് കൂടുതൽ അടുത്ത് കാണാനും ആ അനുഭൂതി നേരിട്ട് അനുഭവിച്ചറിയാവുന്നതുമാണ്. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ജഷാർ വാട്ടർഫാൾസ് കാണുന്നവർക്ക് നൽകുന്ന വിഷ്വൽ ഇമ്പാക്ട് അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഈ ഒഴുകുന്ന ജഷാറിന് കൂടുതൽ ആകർഷണം നൽകുന്നത് ഈ പാറകളാണ്. മഴക്കാലത്താണെങ്കിൽ ശക്തമായ കുത്തൊഴുക്ക് കൊണ്ട് പാറകളിൽ നിന്നാൽ സ്ലിപ്പാവാൻ ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ പാറകളിൽ നിൽക്കാൻ സാധിക്കുമോ എന്ന് പോലും അറിയില്ല. അതുമാത്രമല്ല, ഈ തെളിഞ്ഞ ജലം ചിലപ്പോൾ കലങ്ങി മറിഞ്ഞ് കുത്തിയൊളിച്ച് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ സമയമാണ് ബെസ്റ്റ്. പല പല പാർട്ടായാണ് ജഷാർ ഒഴുകുന്നത്. ചില ഭാഗങ്ങളിൽ വലുതായി, ചില ഭാഗങ്ങളിൽ ചെറുതായി. ഈ അരുവിയുടെ അരികിൽ എപ്പോഴും നേരിയ മഞ്ഞ് പടർന്നു നിൽക്കാറുണ്ട്. പച്ചപ്പും ഈ മൂടൽമഞ്ഞും ചേരുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് അതൊരു ദൃശ്യവിരുന്നാണ്. ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം അതീവ ശുദ്ധമായിരിക്കാൻ ഒരു കാരണമുണ്ട്. ഈ കാടുകളിൽ അപൂർവമായ ഒട്ടനവധി ഔഷധ ചെടികളും വന്യമായ ഓർക്കിഡുകളും വളരുന്നുണ്ട്. ഇവയിലൂടെ അരിച്ചൊഴുകി വരുന്നതിനാലാണ് ഈ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് ഈ ഗ്രാമീണർ വിശ്വസിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ എന്നിലെ എല്ലാ ചിന്തകളും ഈ വെള്ളത്തിലോട്ട് ഒഴുക്കിവിട്ട്
മനസ്സ് സ്വതന്ത്രമായ പോലെ, എല്ലാ ടെൻഷനുകളും കുറച്ചു നേരത്തേക്ക് മറന്നു പോകുന്നത് പോലെ, ഈ പ്രകൃതിയുടെ ഭാഗമായതുപോലെ ഒരു ഫീൽ. ഈ കാട്ടരുവിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ചില പ്രാദേശിക ശുദ്ധജല മത്സ്യങ്ങളുണ്ട്. ഗ്രാമീണർ ഇവയെ പിടിക്കാൻ ചൂണ്ടയോ വലയോ ഉപയോഗിക്കാറില്ല. പകരം മുളകൾ കൊണ്ട് കൂടുകൾ അരുവികളിൽ ഒഴുക്കിന് കുറുകെ വെച്ചാണ് ഇവിടെയുള്ളവർ മീൻ പിടിക്കുന്നത്. ഈ വെള്ളച്ചാട്ടങ്ങൾക്ക് ചുറ്റുമുള്ള ഭീമാകാരമായ പാറക്കെട്ടുകൾക്കിടയിൽ മനുഷ്യർ അധികം പോവാത്ത ചില ഗുഹകളുണ്ട്. മഴക്കാലത്ത് കാട്ടുമൃഗങ്ങളും അപൂർവ ഇനം വവാലുകളും ഈ ഗുഹകളിലാണ് താമസം. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഗൈഡിന്റെ സഹായത്തോടെ ഈ ഗുഹകളുടെ പ്രവേശന കവാടങ്ങൾ വരെ പോകാൻ സാധിക്കുന്നതാണ്. പച്ചപ്പ് നിറഞ്ഞ ഈ മലനിരകളെ പുണർന്നു കിടക്കുന്ന കോടമഞ്ഞ് കണ്ടു നിൽക്കുമ്പോൾ പണ്ടെങ്ങോ കണ്ടു വിസ്മയിച്ച അവതാർ സിനിമയിലെ വിഷ്വലുകളാണ് ഓർമ്മ വരുന്നത്. ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു പോകും, ഇതൊക്കെ സത്യമാണോ, അതോ ഏതെങ്കിലും ഗ്രാഫിക് ഡിസൈനർ ചെയ്തു വെച്ചിരിക്കുന്നതാണോ എന്ന്. എന്നാൽ ഇതൊരു സിനിമ വിഷ്വൽ അല്ല കേട്ടോ. മനുഷ്യന്റെ ഭാവനകൾക്കും അപ്പുറം പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മാന്ത്രികതയാണ്. ഇവിടുത്തെ ഈ കാറ്റും ഈ തണുപ്പും ഈ കോടമഞ്ഞും ഈ വെള്ളച്ചാട്ടവും അതൊക്കെ നേരിട്ട് വന്ന് കണ്ട് അനുഭവിച്ചറിയേണ്ട കാഴ്ചകൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ തന്നെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റാൻ പറ്റിയ ഒരു ഹിഡൻ ജെം. ഈ കാണുന്ന മലകളുടെയും ആ തകർത്തു പെയ്യുന്ന വെള്ളച്ചാട്ടത്തിൻ്റെയും ഇടയിലൂടെ ഹാങ്ങിങ് ബ്രിഡ്ജ് വന്നാൽ എങ്ങനെയുണ്ടാവും? ആലോചിച്ച് നോക്കിക്കേ. ആ പാലത്തിലൂടെ നടന്ന് താഴേക്ക് നോക്കി വെള്ളച്ചാട്ടത്തിൻ്റെ മഞ്ഞുതുള്ളികൾ മുഖത്തടിച്ച്, അമ്പോ, ആ ഒരൊറ്റ ബ്രിഡ്ജ് വന്നാൽ ഈ സ്പോട്ടിൻ്റെ ലുക്ക് തന്നെ മാറും. പിന്നെ ഇങ്ങോട്ട് ടൂറിസ്റ്റുകളുടെ ഒരു കുത്തൊഴുക്കായിരിക്കും. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? പൊതുവെ ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ വൻകിട കമ്പനികളുടെയോ കയ്യിലായിരിക്കും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇതിൻ്റെ പൂർണ്ണമായ മേൽനോട്ടവും നിയന്ത്രണവും ഈ പ്രദേശത്തുള്ള ആളുകളുടെ, അതായത് ഇവിടുത്തെ നാട്ടുകാരുടെ മാത്രം കയ്യിലാണ്. ഇതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഇവിടേക്ക് സഞ്ചാരികൾ വരുമ്പോൾ അത് ഈ നാട്ടുകാരുടെ ജീവിത നിലവാരമാണ് മെച്ചപ്പെടുത്താൻ പോകുന്നത്. ഈ വെള്ളച്ചാട്ടം കാണാൻ വരുന്നതിനുള്ള എൻട്രി ഫീ ഒരാൾക്ക് 100 രൂപയാണ്. ഹോം സ്റ്റേകൾ, നാടൻ ഭക്ഷണശാലകൾ, ഗൈഡ് സർവീസുകൾ, അങ്ങനെ ഇവിടുത്തെ ഓരോ കുടുംബത്തിനും ഇതൊരു വലിയ വരുമാന മാർഗമാകും. പ്രകൃതി ഭംഗിയും നാട്ടുകാരുടെ സ്നേഹവും ഒന്നിക്കുന്ന ഈ സ്ഥലം നാളെ ഒരുപക്ഷെ വലിയൊരു ടൂറിസം ഹബ്ബായി മാറിയേക്കാം. അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അവിടെ നിന്ന് അങ്ങനെ മേലോട്ട് കയറി ചെറിയ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് പോകുമ്പോൾ കാണുന്നത് പാലത്തിന് താഴെ ഫാമിലി തുണിയലക്കൽ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലുള്ളവരുടെ തുണിയലക്കലാണ്. അതിലൂടെ ഔഷധ ഗുണങ്ങളുള്ള വെള്ളം കലങ്ങി മറിഞ്ഞ് സോപ്പ് വെള്ളമായി മാറി.
അതിനാൽ ഈ വെള്ളം കുറച്ച് ശുദ്ധക്കുറവിന്റെ ഒരു കുഴപ്പമുണ്ട്. അതിന് അവരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയുള്ള വീടുകളിലൊന്നും വെള്ളത്തിന്റെ പൈപ്പ് ലൈൻ സംവിധാനം ശരിയായ രീതിയിൽ എത്തിയിട്ടില്ല. അതിനാലാണ് അവർ ഇങ്ങനെ വരേണ്ട സാഹചര്യം ഉണ്ടാവുന്നത്. അതുപോലെ തുണികൾ ഉണങ്ങാൻ വെക്കുന്നത് ഇതുപോലുള്ള മുളക്കമ്പുകളിലോ അല്ലെങ്കിൽ പാലങ്ങൾക്ക് മേലെയോ ആണ്. മേഘാലയയിലെ കാസി വംശജർക്ക് പ്രകൃതി ദൈവമാണ്. ഈ വെള്ളച്ചാട്ടങ്ങൾക്ക് ചുറ്റുമുള്ള കാടുകളിൽ ചില ഭാഗങ്ങൾ പവിത്രമായ കാടുകളായി അവർ സംരക്ഷിക്കുന്നു. ഈ ഭാഗങ്ങളിൽ നിന്ന് ഒരു ഇലയോ മരക്കഷ്ണമോ പോലും കൊണ്ടുപോകാൻ പാടില്ലെന്നാണ് നിയമം. അങ്ങനെ ചെയ്താൽ കാവൽ ദൈവങ്ങൾ കോപിക്കുമെന്നാണ് ഈ ഗ്രാമീണരുടെ വിശ്വാസം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാം പറഞ്ഞ പോലെ